ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഈജിപ്ഷ്യൻ പാരമ്പര്യത്തിൽ ഒരു കഥയുണ്ട്. നമ്മൾ മരിച്ച് സ്വർഗത്തിന്റെ വാതിൽക്കൽ ചെല്ലുമ്പോൾ വാതിൽ കാവൽക്കാരൻ നമ്മോട് 2 ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇപ്രകാരമാണ്: നീ നിന്റെ ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തിയിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്: നിന്റെ ജീവിതം കൊണ്ട് നീ മറ്റുള്ളവർക്ക് ആനന്ദം നൽകിയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അതെ എന്നാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും സ്വാഭാവികമായും അതെ എന്ന് തന്നെയായിരിക്കും. സഹോദരരെ, ഈ ചോദ്യങ്ങളോട് ശരിയായി പ്രത്യുത്തരിക്കുവാൻ ഇന്നത്തെ വായനകളിലൂടെ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. സ്നേഹമാണ് ആനന്ദത്തിന്റെ അടിസ്ഥാനമെന്നും നമ്മൾ എത്രമാത്രം സ്നേഹിക്കപ്പെടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിധിക്കപ്പെടുകയെന്നും ഇന്നത്തെ വചനത്തിലൂടെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള 1-ാം വായനയിൽ നിത്യം സ്നേഹത്തിനും ആനന്ദത്തിലും നിലനിൽക്കുന്നതിനും എന്നും ദൈവത്തോടൊപ്പം ആയിരിക്കുന്നതിനും വേണ്ടി കൂടാരത്തിരുന്നാൾ ആഘോഷിക്കുവാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിന്റെ നടുവിൽ നിസ്സഹായതയോടെ കണ്ണുനീരോടെ ദൈവത്തെ വിളിക്കുകയും ദൈവം അവരെ ഉള്ളംകൈയിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും മരണത്തിന്റെ നിഴൽ വീണ മരുഭൂമിയിൽ അവസാനിക്കാത്ത മണൽക്കൂനകളുടെയും ജീവൻ ഹനിക്കുന്ന ചൂടിലും ഇരുട്ടിലും കാറ്റിലും പ്രകാശവും തണലും ജീവനും സമൃദ്ധിയും നൽകി അനുഗ്രഹിച്ചതിന്റെ ഓർമ്മ ആചരിക്കുവാൻ ദൈവം അവരോട് അരുൾ ചെയ്യുന്നു. കാരണം എപ്രകാരമാണ് ജീവിതത്തിന്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ച മരുഭൂമിയിൽ അവരിലേക്ക് അനുസ്യൂതമൊഴുകിയ ദൈവസ്നേഹത്തിന്റെ പ്രകടനമെന്നോളം ഒരു ജനത 4 പതിറ്റാണ്ടുകൾ സുരക്ഷിതരായി നടന്നു നീങ്ങിയതെന്ന് വരും തലമുറകൾ അറിയണം. അത് അവരുടെ മധ്യേ നിറഞ്ഞു നിന്ന ദൈവിക സാന്നിധ്യത്തിന്റെയും ദൈവിക പരിപാലനയുടെയും ഫലമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മരുഭൂമിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സമാഗമ കൂടാരത്തിന്റെ ചുറ്റും കൂടാരങ്ങളായി ഒരുമയോടെ ഇസ്രായേൽ ജനം ജീവിച്ച നിമിഷങ്ങളാണ് അവർക്ക് ഏറ്റവും ആനന്ദദായകവും അനുഗ്രഹപ്രദവുമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ചെറിയ ഗോത്രങ്ങളിൽ നിന്നും ഒരു രാജാവും സൈന്യബലവുമുള്ള ഒരു സാമ്രാജ്യമായി വളർന്നപ്പോൾ ദൈവസാന്നിധ്യത്തിന്റെ ദൈവസ്നേഹത്തിന്റെ കൂടാരത്തിൽ നിന്ന് രാജാക്കന്മാരുടെ കൊട്ടാരത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ കൂടാരത്തിന്റെ എളിമയിൽ നിന്നും ആഡംബരത്തിന്റെ പ്രഭുകുടീരങ്ങളിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ സൗകര്യങ്ങൾ വളർന്നപ്പോൾ സൗകര്യപൂർവ്വം അവർ ദൈവത്തെ മറന്നു. ശേഷം ജനത്തെ നയിക്കുവാൻ പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനപ്രമാണികളും രാജാക്കന്മാരും ഉണ്ടായി. ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്നതിലും നിയമം വായിക്കുന്നതിലും വ്യാഖ്യാനത്തിലും അവർ പരാജയപ്പെട്ടപ്പോൾ അവർക്കുള്ള മുന്നറിയിപ്പാണ് 2-ാം വായന. ദൈവം പറയുന്ന വഴി കാണിക്കേണ്ടവർ തന്നെ വഴി തെറ്റിച്ചിരിക്കുന്നു. പ്രകാശത്തിന് തിരിതെളിക്കേണ്ടവർ ഇരുളിൽ തപ്പിത്തടയുന്നു. സത്യത്തെ ചേർത്ത് പിടിക്കേണ്ടവർ വ്യാജത്തെ ഗാഢമായി പുൽകിയിരിക്കുന്നു. സത്യത്തെ മറന്നതിന്റെ ഫലമായി 50 വർഷം ബാബിലോൺ പ്രവാസത്തിലേക്ക് പോകുന്ന ഒരു ജനതയുടെ ചരിത്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇസ്രായേൽ ജനത്തിന് പറ്റിയ ഇതേ തെറ്റ് ആവർത്തിക്കരുത് എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ ഇന്നത്തെ ലേഖനത്തിൽ പറയുന്നത്. യഥാർത്ഥ സത്യത്തെ തിരസ്കരിക്കുന്ന വ്യാജ പ്രവാചകന്മാർ ഉണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ലേഖനം എഴുതപ്പെടുന്നത്. ഒരു അപ്പൻ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹപൂർവകമായ ഉപദേശമായിട്ട് വേണം ഇതിനെ നോക്കിക്കാണുക. ആത്യന്തികമായ നമ്മുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് സത്യത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. കേവല സത്യങ്ങളെ പരമമായ സത്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ഇതായിരിക്കും: എന്താണ് സത്യം? മറ്റൊന്നുമല്ല, ദൈവമാണ് സത്യം. ദൈവത്തിന്റെ വചനത്താൽ ആകാശവും ഭൂമിയും പ്രപഞ്ചം മുഴുവനും ഉണ്ടായി എന്നതാണ് സത്യം. ആ ദൈവം ഇസ്രായേലിനെ തന്റെ കൈക്കുമ്പിളിൽ കാത്തുപരിപാലിച്ചു എന്നതാണ് സത്യം. മനുഷ്യൻ പാപം ചെയ്ത് മരണത്തിനും പാപത്തിനും അടിമയായപ്പോൾ പറുദീസായുടെ വാതിൽ അടയ്ക്കുന്നതിന് മുൻപ് ദൈവം കൊടുത്ത വാഗ്ദാനം ഓർത്ത് ദൈവം മനുഷ്യനായി കാൽത്തൊഴുത്തിൽ പിറന്നതാണ് സത്യം.
ആ ദൈവം 33 വർഷം ഭൂമിയിൽ ജീവിച്ചു വന്നതാണ് സത്യം. മനുഷ്യൻ ശരീരത്തിൽ ചെയ്ത എല്ലാ തെറ്റുകൾക്കും പരിഹാരമായി ഒരു മനുഷ്യന് സഹിക്കാവുന്നതിന്റെ പരമാവധി വേദന സഹിച്ച് ശരീരം മുഴുവൻ മുറിവുമായി ലോകം മുഴുവൻ കാണെ ഒരു കൊടും കുറ്റവാളിയെ പോലെ അവസാനത്തുള്ളി രക്തവും നമുക്കായി ചിന്തിച്ച് മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്തു എന്നതാണ് സത്യം. ഈ സത്യമായ ദൈവത്തെയാണ് നാമൊക്കെ ഹൃദയങ്ങളിൽ ഉറപ്പിക്കേണ്ടത്, ആരാധിക്കേണ്ടത്, ഏറ്റുപറയേണ്ടത്. ഈ സത്യം തിരിച്ചറിയാതെ പോയതാണ് ധനവാന്റെ പരാജയമായിട്ട് സുവിശേഷത്തിൽ നാം കാണുന്നത്. ദൈവത്തോടൊപ്പം ആയിരുന്നു ആ സ്നേഹം ആസ്വദിക്കാത്തവർക്ക് കൂടപ്പിറപ്പിന്റെ സങ്കടം കാണുവാൻ കഴിയുകയില്ല. സ്വന്തം സഹോദരങ്ങളെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വലിയ വിരോധാഭാസമാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 20-ാം വാക്യം ഇപ്രകാരം പറയുന്നു: കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. ധനവാൻ ഇവിടെ ലാസറിനെ അവഗണിച്ചു. അവനെ തന്റെ ഭക്ഷണമേശയിൽ നിന്ന് ആട്ടിപ്പായിച്ചു. തന്റെ സമ്പന്നതയുടെ അത്താഴമേശയിൽ സമൃദ്ധിയുടെ വെള്ളിപ്പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ച് ആഡംബരത്തിന്റെ പട്ടുമെത്തെ ഉറങ്ങിയപ്പോൾ തന്റെ കാൽച്ചുവട്ടിലിരിക്കുന്ന ലാസറിന്റെ ഊട്ടുപാത്രത്തിലേക്കൊന്ന് നോക്കുവാനുള്ള നന്ദിയും എളിമയും സ്നേഹവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവന്റെ പരാജയം. ഈ ലോകത്തിന്റെ നശ്വരമായ സൗഭാഗ്യങ്ങളെ സ്നേഹിച്ച് അതിൽ അഭിലപിക്കുന്ന ധനവാന്മാർക്കൊക്കെ ത്യാഗപൂർണമായ ജീവിതമാണ്, കുരിശിന്റെ വഴിയാണ് സ്വർഗത്തിന്റെ വാതിൽ നമുക്ക് മുന്നിൽ തുറന്നിടുക എന്ന് സനാതനമായ സത്യം ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ക്രൂശിതനാണ് സത്യമെന്നും കുരിശാണ് യഥാർത്ഥ ധനമെന്നും മനസ്സിലാക്കാതെ പോകുന്നതാണ് നമ്മുടെ പരാജയം. ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല, അല്ലെങ്കിൽ ആരെയും ഞാൻ ദ്രോഹിക്കുന്നില്ല എന്നുള്ളതൊക്കെ നല്ലതാണ്. പക്ഷേ അതേസമയം അപരന്റെ ദുരിതത്തിന്റെ നേരെ ഞാൻ കണ്ണടയ്ക്കുന്നുണ്ടോ എന്ന് കൂടി വിചിന്തനം ചെയ്യുവാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പഠിക്കലും ചുറ്റുപാടുകളിലും സഹായത്തിനു വേണ്ടി അപേക്ഷിക്കുന്ന പാവപ്പെട്ടവരിലും ഒന്നുമില്ലാത്തവരിലും ദിവ്യനാഥന്റെ മുഖം ദർശിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നേരെ വെച്ചു നീട്ടുന്ന ചിന്ത. ഒരുപക്ഷെ നമുക്ക് മുന്നിലേക്ക് വരുന്ന ആവശ്യക്കാരൻ വേദനിക്കുന്ന എന്റെ സഹോദരനായിരിക്കാം, കടബാധ്യത അനുഭവിക്കുന്ന നിന്റെ അയൽക്കാരനായിരിക്കാം. അവരുടെ കണ്ണുനീര് തുടയ്ക്കുവാനും ഒന്ന് ചേർത്ത് പിടിക്കുവാനും നമുക്ക് കഴിയണം. അല്ലാതെ സൗകര്യപൂർവ്വം മാറി നിന്ന് ധനവാന്റെ പോലെ അവരെന്റെ ആവശ്യങ്ങളിൽ അവന്റെ നേരെ ബോധപൂർവം നാം പുറംതിരിഞ്ഞു നിൽക്കുകയാണ് എങ്കിൽ ധനവാന മുൻപിൽ കൊട്ടിയടയ്ക്കപ്പെട്ട സ്വർഗത്തിന്റെ വാതിലുകൾ നമുക്ക് മുൻപിലും കൊട്ടി അടയ്ക്കപ്പെടും. പ്രിയമുള്ളവരെ, രക്ഷാകര ചരിത്രം എന്ന് പറയുന്നത് തന്നെ അനുസ്യൂതമായ ദൈവസ്നേഹത്തിന്റെ ദൈവപരിപാലനയുടെ ചരിത്രമാണ്. ഒരു ക്രിസ്ത്യാനിയുടെ അസ്തിത്വം എന്ന് പറയുന്നത് സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കാരണം സ്നേഹമുള്ളിടത്തെ ദൈവമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, ദൈവം സ്നേഹമാണ്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ശത്രുവിനോട് പോലും സ്നേഹപൂർവകമായ സമീപനം സ്വീകരിക്കുവാനാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. കാരണം ഭൂമിയിൽ നമ്മൾ പ്രകടിപ്പിച്ച സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മുൻപിൽ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നതും അടയ്ക്കപ്പെടുന്നതും. അതിന് ദൈവസ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അളവുകോലുകൾ അടങ്ങിയിട്ടുണ്ട് എന്ന് ഇന്നത്തെ വായനകളിലൂടെ തിരുസഭാ മാതാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം, ആ സ്നേഹം നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാം. അങ്ങനെ സ്വർഗോത്മുഖമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ആമേൻ.